നമസ്കാരം കൂട്ടുകാരെ. 2019 പുറത്തിറങ്ങിയ ജാപ്പനീസ് ചലച്ചിത്രം ഇവാനോ സോർഡ് ഓഫ് സെറനിറ്റിയുടെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. ജാപ്പനീസ് സാമുറായി കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണിത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് ഒരു ഡോജോയിൽ നിന്നുമാണ്. 3 സുഹൃത്തുക്കളായ യുവാക്കൾ അവരവിടെ കറ്റാന ഫൈറ്റിംഗ് സ്കില്ലുകൾ പഠിക്കുകയാണ്. അന്ന് അവരുടെ അവസാനത്തെ ക്ലാസ് ആയിരുന്നു. അവസാനത്തെ പോരാട്ടവും. കിൻപെയ്, ഷിനോസുക്കായ്, ഇവാനെ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. അവർ മൂവരും കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളാണ്. കുടുംബ പാരമ്പര്യത്തിനായി സാമുറായികളാവുവാൻ ഡോജോയിൽ ഒന്നിച്ച് മാർഷൽ ആർട്സ് പഠിക്കുവാൻ എത്തിയവരാണവർ. അന്ന് നടന്ന അവസാനത്തെ കറ്റാന പ്രാക്ടീസ് റൗണ്ടിൽ കിൻപെയ് എളുപ്പത്തിൽ തന്നെ ഷിനോസുക്കായെ പരാജയപ്പെടുത്തി. അടുത്തത് ഇവാനെയുടെ ഊഴമായിരുന്നു. ഇവാനെ കിൻപെയോട് പോരാടണം. മറ്റുള്ളവരെ പോലെയല്ല, എതിരാളികളോട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇവാനെ വളരെ ശാന്തമായാണ് കാണപ്പെടുക. സ്ലീപ്പി സ്വോർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കറ്റാന ടെക്നിക് വളരെ മികച്ച രീതിയിൽ ഇവാനയ്ക്ക് വശമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡോജോയിലെ ഏറ്റവും മികച്ച യോദ്ധാവ് അവനായിരുന്നു. കിൻപെയും ഇവാനയും തമ്മിൽ പോരാട്ടം നടന്നു. എളുപ്പത്തിൽ ഇവാനെ കിൻപെയെ പരാജയപ്പെടുത്തി. അവരുടെ ഗുരുവിന് അത് കണ്ട് അഭിമാനം തോന്നിയിരുന്നു. ഇവാനെയെ അദ്ദേഹം പ്രകീർത്തിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 3 കൂട്ടുകാരും ഒന്നിച്ച് ഡോജോയ്ക്കടുത്തുള്ള ഒരു മലമുകളിലേക്ക് പോയി. ട്രെയിനിങ് പൂർത്തിയായ അവർ വൈകാതെ നാട്ടിലേക്ക് പോകും. അതിനു മുമ്പ് പരസ്പരം ഒന്ന് സംസാരിക്കാനായിരുന്നു അവർ ആ മലമുകളിലേക്ക് പോയത്. അവിടെ വെച്ച് സംസാരിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ വ്യക്തമാകുന്നത്. യാഥാർത്ഥ്യത്തിൽ കിൻപെയും ഷിനോസുക്കെയും പരസ്പരം അളിയന്മാരാണ്. കിൻപെയുടെ ഇളയ സഹോദരിയെയാണ് ഷിനോസുക്കെ വിവാഹം ചെയ്തിരിക്കുന്നത്. കിൻപെയുടെ മറ്റൊരു സഹോദരി നാവോയെ വൈകാതെ ഇവാനും വിവാഹം കഴിക്കാൻ പ്ലാനുണ്ട്. അവരുടെ വിവാഹവും പറഞ്ഞുറപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ ആ 3 കൂട്ടുകാരും ബന്ധുക്കൾ കൂടി ആവാൻ പോവുകയായിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞു വരുമ്പോൾ നാവോയെ വിവാഹം കഴിക്കും എന്നവൾക്ക് വാക്കുകൊടുത്തത് ആ നിമിഷം ഇവാനെ ഓർത്തു. അവൾക്കായി ഒരു ഗിഫ്റ്റും അവൻ കയ്യിൽ കരുതി വെച്ചിരുന്നു. വൈകാതെ അവർ യാത്ര തുടങ്ങുകയാണ്. ഇവാനെയും കിൻപെയും ഷിനോസുക്കെയും നീണ്ട യാത്രയ്ക്കൊടുവിൽ അവരുടെ ഗ്രാമത്തിലേക്കെത്തി. ശേഷം അവരവരുടെ വീടുകളിലേക്കായി യാത്ര തിരിച്ചു. വീട്ടിലേക്കെത്തിയ ഇവാനയാകട്ടെ അച്ഛനും അമ്മയ്ക്കും മുമ്പിൽ വണങ്ങി തന്റെ ആദരവ് പ്രകടിപ്പിച്ചു. സാമുറായി മടങ്ങിയെത്തിയ മകന്റെ അച്ചീവ്മെന്റിൽ ആ പേരൻസ് അഭിമാനിച്ചിരുന്നു. നാവോയുമായുള്ള വിവാഹത്തിന്റെ കാര്യങ്ങൾ അമ്മ അവനോട് പറഞ്ഞു. കാര്യങ്ങളൊക്കെ തന്നെ അവർ നല്ല രീതിയിൽ ഒരുക്കിയിരുന്നു. മറുവശത്ത് കിൻപെ വീട്ടിലേക്കും മടങ്ങിയെത്തി. അവന്റെ ഫാമിലി അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. കിൻപെയുടെ കുടുംബം അല്പം ദാരിദ്ര്യത്തിലായിരുന്നു. അച്ഛൻ രോഗിയാണ്. അച്ഛനുള്ള മരുന്നുമായിട്ടായിരുന്നു കിൻപെയുടെ വരവ്. മറുവശത്ത് ഷിനോസുക്കയാകട്ടെ തന്റെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. ആ സമയം ഷിനോസുക്കയുടെ അങ്കിൾ വന്ന് അവനെ ഒരു നിമിഷം തടഞ്ഞു നിർത്തി. അവനോട് സീരിയസ് ആയ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. റിയൻ എന്നായിരുന്നു അവന്റെ അങ്കിളിന്റെ പേര്. അങ്കിൾ അവനുമായി അടുത്തുള്ള മദ്യശാലയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ഷിനോസുക്കയോട് അങ്കിൾ ഒരു കാര്യം പറഞ്ഞു. അവന്റെ ഭാര്യയ്ക്ക് ലേസൻ എന്ന പേരുള്ള മറ്റൊരാളുമായി അവിഹിത ബന്ധമുണ്ട് എന്ന തരത്തിലായിരുന്നു അത്. ഷിനോസുക്കയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. ഉടൻ അങ്കിൾ അതിനുവേണ്ടി ഒരു തെളിവും മുമ്പിലേക്ക് വെച്ചു. ഷിനോസുക്കെ വെഡിങ് ഗിഫ്റ്റായി തന്റെ ഭാര്യയ്ക്ക് കൊടുത്ത ഒരു ഹെയർ ക്ലിപ്പ് ആയിരുന്നു അത്. ഈ ഹെയർ ക്ലിപ്പ് ഷിനോസുക്കയുടെ ഭാര്യ ഉപേക്ഷിച്ചെന്നും അവളിപ്പോൾ ധരിക്കുന്നത് ലേസൻ കൊടുത്ത ഹെയർ ക്ലിപ്പ് ആണെന്നുമായിരുന്നു അങ്കിൾ അവനോട് പറഞ്ഞത്. സംശയമുണ്ട്, നീ പോയി നേരിട്ട് നോക്കിക്കോളൂ എന്നും അങ്കിൾ വ്യക്തമാക്കി. താൻ ചതിക്കപ്പെട്ടോ എന്ന ചിന്ത ഷിനോസുക്കയെ വിറളി പിടിപ്പിച്ചിരുന്നു. ദേഷ്യത്തിലായിരുന്നു ഷിനോസുക്കെ വീട്ടിലേക്ക് എത്തുന്നത്. ഷിനോസുക്കയെ പ്രതീക്ഷിച്ച് അവനെ സ്വാഗതം ചെയ്യാൻ ഷിനോസുക്കയുടെ ഭാര്യയാകട്ടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുമുണ്ടായിരുന്നു. മനസ്സിൽ സംശയവുമായി കടന്നുവന്ന ഷിനോസുക്കെ ഭാര്യയെ നോക്കി. അവളുടെ തലയിൽ അങ്കിൾ പറഞ്ഞ പോലെ മറ്റൊരു ഹെയർ ക്ലിപ്പ് കണ്ടതും അങ്കിൾ പറഞ്ഞത് മുഴുവൻ സത്യമാണ് എന്ന് ഷിനോസുക്കെ അങ്ങ് ചിന്തിക്കുകയാണ്. താൻ ചതിക്കപ്പെട്ടു എന്ന രോഷം ഉള്ളിൽ ആളിക്കത്തിയ ഷിനോസുക്കെ തന്റെ കറ്റാനയൂരി അതുപയോഗിച്ച് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. അധികം വൈകാതെ ഷിനോസുക്കയുടെ വീട്ടിൽ നിന്നും അവിടുത്തെ ജോലിക്കാരി ഓടി കിൻപെയുടെ വീട്ടിലേക്കെത്തുകയാണ്. ഷിനോസുക്കെ കിൻപെയുടെ സഹോദരിയെ വെട്ടിക്കൊലപ്പെടുത്തി എന്ന കാര്യം ദുഃഖത്തോടെ വേദനയോടെ അവർ കിൻപെയോട് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ കിൻപെ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. തന്റെ ആളുകൾക്കൊപ്പം കിൻപെ ഷിനോസുക്കയുടെ വീട്ടിലേക്ക് പാഞ്ഞെത്തുന്നു. ദേഷ്യം കൊണ്ട് വിറച്ചിരുന്ന കിൻപെ തന്റെ സഹോദരിയെ എന്തിനാണ് അവൻ വെട്ടിക്കൊലപ്പെടുത്തിയത്
കൊലപ്പെടുത്തിയത് എന്ന് ചോദ്യം ചെയ്യുന്നു. അങ്കിൾ റിയൻ പറഞ്ഞ കാര്യങ്ങൾ ഷിനോസുക്കെ കിൻപെയോട് വിശദീകരിക്കുകയാണ്. കള്ളുകുടിയനായ ഒരു അങ്കിളിന്റെ വാക്ക് കേട്ട് എന്റെ പെങ്ങളോട് അതിനെപ്പറ്റി ഒരു വാക്കുപോലും ചോദിക്കാതെ നീ അവളെ കൊലപ്പെടുത്തി കളഞ്ഞോടാ എന്ന മട്ടിൽ കിൻപെയുടെ രോഷം മാളിക്കത്തുന്നുണ്ട്. ആ ബഹളം കേട്ട് പുറത്തേക്ക് ഷിനോസുക്കയുടെ അങ്കിൾ റിയൻ ഇറങ്ങി വരുന്നു. താൻ വെറുതെ ആരോപിച്ചതല്ലെന്നും കൃത്യമായ തെളിവുകളോടെയാ താനത് പറഞ്ഞത് എന്നും അങ്കിൾ റിയൻ ഷിനോസുക്കയ്ക്ക് മുമ്പിലേക്ക് കയറി നിന്ന് കിൻപെയോട് പറയുന്നു. കിൻപെയ്ക്കും ഷിനോസുക്കയ്ക്കും അങ്കിൾ റിയനും ഉള്ളിൽ വാക്കുതർക്കങ്ങൾ ആളിക്കത്താൻ ആരംഭിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ കിൻപെയെ ആക്രമിക്കാൻ അങ്കിൾ റിയൻ തന്റെ കറ്റാന ഊരാൻ തുടങ്ങി. പക്ഷേ ദ്രുതഗതിയിലുള്ള നീക്കം കൊണ്ട് കിൻപെയ് അങ്കിൾ റിയനെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. തന്റെ കൺമുമ്പിൽ വെച്ച് കിൻപെയ് അങ്ങനെ അങ്കിളിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഷിനോസുക്കയ്ക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. തന്റെ അങ്കിളിന്റെ ആരോപണം സത്യങ്ങളായിരുന്നു എന്ന് കാണിക്കുവാൻ അങ്കിൾ തന്റെ കയ്യിൽ ഏൽപ്പിച്ച ഹെയർ ക്ലിപ്പ് ഷിനോസുക്കെ കിൻപെയെ കാണിക്കുന്നു. തൊട്ടു പിന്നാലെ അവിടുണ്ടായിരുന്ന വേലക്കാരി ആ ഹെയർ ക്ലിപ്പ് തിരിച്ചറിയുകയാണ്. മുമ്പൊരു ഷോപ്പിൽ പോയപ്പോൾ ആ ഹെയർ ക്ലിപ്പ് നഷ്ടപ്പെട്ടതാണെന്നും അതന്വേഷിച്ച് ഷിനോസുക്കയുടെ ഭാര്യ ഒരുപാട് നടന്നിരുന്നെന്നും ഒടുവിൽ അത് കിട്ടാതെ വന്നപ്പോ ഷിനോസുക്കെ മടങ്ങി വരുന്ന ദിവസമായതുകൊണ്ട് ഷിനോസുക്കയെ അണിഞ്ഞൊരുങ്ങി സ്വാഗതം ചെയ്യാനാ കടയിൽ നിന്നും പണം കൊടുത്ത് ഇപ്പോൾ ധരിച്ചിരുന്ന ഹെയർ ക്ലിപ്പ് വാങ്ങിച്ചത് എന്നും അവർ വ്യക്തമാക്കി. അതോടെ താൻ തെറ്റിദ്ധരിച്ചു പോയല്ലോ എന്ന ചിന്ത ഷിനോസുക്കയുടെ ഉള്ളിലേക്ക് വരുന്നു. നിരപരാധിയായ തന്റെ സഹോദരിയെ കൊന്നുവല്ലോ എന്ന ചിന്ത കിൻപെയുടെ ഉള്ളിലേക്കും. അങ്കിൾ റിയനിന്റെ ഈവിൾ പ്ലാൻ ആയിരുന്നു ഇതെല്ലാം എന്നവർ തിരിച്ചറിയുന്നു. ദേഷ്യത്തിൽ തന്റെ സഹോദരിയുടെ മൃതദേഹം ആദരവോടെ അടക്കം ചെയ്യാൻ കിൻപെയ് വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോവാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഷിനോസുക്കെ അത് തടഞ്ഞു. അതോടെ അവർക്കിടയിലും ഒരു പോരാട്ടം സംഭവിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ കിൻപെയ് ഷിനോസുക്കയെ കൊലപ്പെടുത്തി. ഷിനോസുക്കയുടെ വീട്ടിൽ നടന്ന കൊലപാതകങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ഗ്രാമത്തലവന്മാരുടെ മുമ്പിലേക്കും വൈകാതെ എത്തിച്ചേരുകയാണ്. നിലവിൽ കുറ്റവാളിയായി പുറത്തുള്ളത് കിൻപെയ് മാത്രമാണ്. കിൻപെയ് ചെയ്ത കുറ്റകൃത്യത്തിന് അവനെ അറസ്റ്റ് ചെയ്യുവാനും ശിക്ഷിക്കുവാനും ഗ്രാമത്തലവന്മാർ ഉത്തരവിടുന്നു. മറുവശത്ത് അവരുടെ കൂട്ടുകാരനായ ഇവാനെ തന്റെ ഇളയ സഹോദരിയിൽ നിന്നും ആ വിവരമറിഞ്ഞു. കിൻപെയ് ഷിനോസുക്കയെയും ഷിനോസുക്കെ കിൻപെയുടെ സഹോദരിയെയും കൊലപ്പെടുത്തി എന്ന വാർത്ത ഇവാനെ അതുകേട്ട് ഞെട്ടിയിരുന്നു. തന്റെ രണ്ട് സുഹൃത്തുക്കളും പരസ്പരം കൊല്ലാൻ വേണ്ടി പോരടിച്ചെന്നോ അവന് വിശ്വസിക്കാൻ സാധിച്ചില്ല. വൈകാതെ മറ്റൊരു കാര്യം കൂടി വിശദീകരിച്ചു പറഞ്ഞ് ഇവാനയുടെ സഹോദരി പറഞ്ഞു. ഷിനോസുക്കയുടെ ഭാര്യ യാഥാർത്ഥ്യത്തിൽ തന്റെ അനിയത്തി നാവോയെ സഹായിക്കാൻ നോക്കിയതായിരുന്നു. ലെയ്സൻ എന്ന വ്യക്തി നാവോയ്ക്ക് പിന്നാലെ കൂടുകയും അവളെ ശല്യപ്പെടുത്താനും തുടങ്ങിയിരുന്നു. വിവരമറിഞ്ഞ് ഷിനോസുക്കയുടെ ഭാര്യ തന്റെ സഹോദരി നാവോയെ സംരക്ഷിക്കാൻ അവൾക്ക് പിന്നാലെ നടന്ന് ശല്യമുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ലെയ്സൻ ഒരു കത്തെഴുതി. ആ കത്തിന് മറുപടി വന്നു. പക്ഷെ മറുപടി കത്ത് കിട്ടിയത് ഷിനോസുക്കയുടെ അങ്കിൾ റിയന്റെ കയ്യിലായിരുന്നു. ഷിനോസുക്കയുടെ ഭാര്യയും ലെയ്സനും തമ്മിൽ ബന്ധമുണ്ട് എന്നതോടെ അങ്കിൾ റിയൻ പറഞ്ഞു പരത്തുകയായിരുന്നു. ഈ സംഭവങ്ങളാണ് ഇപ്പോൾ ഈ നടന്ന കൊലപാതകങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത്. അവർ തമ്മിലുള്ള സംസാരം തുടരുന്നതിനിടയിൽ ഇവാന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. കിൻപെയ് ലെയ്സനെ കൊല്ലാൻ ലെയ്സന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്നും അവനെ പിടിക്കുവാൻ പട്ടാളക്കാർ പോയിട്ടുണ്ടെന്നും അവനെ തടയാൻ ശ്രമിക്കാൻ ഇവാനെയും കൂടെ ചെല്ലണം എന്നും അച്ഛൻ പറയുകയാണ്. ഇവാൻ വേഗത്തിൽ കിൻപെയെ കാണുവാൻ ലെയ്സന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പോകുന്നതിനു മുമ്പ് തന്റെ ഇളയ സഹോദരിയുടെ കയ്യിൽ നാവോക്ക് കൊടുക്കുവാൻ താൻ കൊണ്ടുവന്നിരുന്ന ഗിഫ്റ്റും ഇവാൻ കൊടുത്തേൽപ്പിച്ചു. മറുവശത്ത് ലെയ്സന്റെ വീട്ടിലാകട്ടെ തന്നെ പിടികൂടാൻ വന്ന പട്ടാളക്കാരെയും ലെയ്സന്റെ കാവൽക്കാരെയും അടക്കം കിൻപെയ് വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. നടന്ന കാര്യങ്ങൾ കൊണ്ട് വെറുപിടിച്ചൊരവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേർന്നിരുന്നു. കാവൽ ഭടന്മാരുടെ നേതാവിനടുത്തേക്ക് ചെന്ന ഇവാനെ കിൻപെയെ മീറ്റ് ചെയ്യാൻ അകത്തേക്ക് പോവാൻ അനുവാദം തേടി. അദ്ദേഹത്തിന്റെ അനുവാദം കിട്ടിയതും ഇവാനെ അകത്തേക്ക് ചെല്ലുകയാണ്. കിൻപെയ് ചെയ്ത തെറ്റുകൾ എടുത്തു പറഞ്ഞ് അവനോട് കീഴടങ്ങാൻ ഇവാനെ ആവശ്യപ്പെട്ടു. തന്റെ ഇളയ സഹോദരിയിൽ നിന്ന് താൻ അറിഞ്ഞ കാര്യങ്ങളും ഇവാനെ അവനോട് പറഞ്ഞു. പക്ഷേ ഒന്നും ഉൾക്കൊള്ളാൻ കിൻപെയ് ഒരുക്കമായിരുന്നില്ല. കാവൽ ഭടന്മാർക്ക് കീഴടങ്ങാൻ അവൻ തയ്യാറായില്ല. അതോടെ ഇവാനെയും കിൻപെയും തമ്മിൽ ഒരു പോരാട്ടം സംഭവിക്കുന്നു. ആദ്യഘട്ടത്തിലൊക്കെ ഇവാനെ പ്രതിരോധം മാത്രം തീർത്തെങ്കിലും കിൻപെയ് വെറുപിടിച്ച് തന്നെയടക്കം കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ ഇവാനെ തന്റെ പോരാട്ടം കടുപ്പിച്ചു. ഒടുവിൽ ഗത്യന്തരമില്ലാത്ത അവസ്ഥയിൽ ഇവാനെ തന്റെ ഉറ്റ സുഹൃത്ത് കിൻപെയെ കൊല്ലുകയാണ്. തന്റെ പ്രിയ സുഹൃത്ത് കൺമുമ്പിൽ മരിച്ചു വീഴുന്ന കണ്ട് ഇവാനയ്ക്ക് കുറ്റബോധവും ഒപ്പം മാനസിക ദുഃഖവും വലിയ തോതിൽ അനുഭവപ്പെട്ടു. കിൻപെയുടെ ആ പ്രവൃത്തികൾ കാരണം കിൻപെയുടെ കുടുംബത്തെ തന്നെ ഗ്രാമത്തലവന്മാർ ഗ്രാമത്തിൽ നിന്ന് ഭ്രഷ്ട് ചെയ്തു. കഥ അവിടെ നിന്നും കുറച്ചു വർഷക്കാലത്തിനപ്പുറത്തേക്ക് നീങ്ങുന്നു. സുഹൃത്തുക്കളുടെ മരണത്തോടെ ഗ്രാമം വിട്ടുപോകുന്ന ഇവാനെ മറ്റൊരു ഗ്രാമത്തിൽ മീൻവെട്ടുകാരനായപ്പോൾ ജോലി നോക്കുകയായിരുന്നു. അവനൊരു സാമുറായാണ് എന്ന കാര്യം ആർക്കും അറിവുണ്ടായിരുന്നില്ല. ഇവാൻ അന്ന് ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്കെത്തി. ഹൗസ് ഓണർ ജിൻപിങ് വാടക പിരിക്കുവാൻ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പക്ഷേ
ഇവാനയുടെ പക്കൽ വാടക കൊടുക്കാനുള്ള പണം തികയുമായിരുന്നില്ല. ആ ജോലിയിൽ തുടർന്നാൽ ഇവാനയ്ക്കൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ ജിൻപിങ് ഇവാനയെ മറ്റൊരു ജോലി ഏൽപ്പിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് ഇമസൂയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗോൾഡ് കറൻസി എക്സ്ചേഞ്ച് ഷോപ്പിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഒരു ബാങ്ക് പോലെ പ്രവർത്തിക്കുന്ന ഷോപ്പാണത്. ആ ഗോൾഡ് എക്സ്ചേഞ്ച് ഷോപ്പിൽ കാവൽക്കാരനായി ബോഡി ഗാർഡായി ഒരു ജോലി വാങ്ങിക്കൊടുക്കാം എന്നായിരുന്നു ജിൻപിങ് അവനോട് പറഞ്ഞത്. അവിടുത്തെ പ്രധാനപ്പെട്ട ആളെ കണ്ട് ജിൻപിങ് സംസാരിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അവർ വരുന്നതിന് മുമ്പ് 4 ബോഡി ഗാർഡുകളെ ഷോപ്പ് ഹയർ ചെയ്തിരുന്നു. അതുകൊണ്ടിപ്പോ അവനെയും ഹയർ ചെയ്യാൻ സാധിക്കില്ല എന്ന മറുപടി ജിൻപിങ്ങിന് ലഭിക്കുകയാണ്. പിന്നാലെ അങ്ങോട്ടേക്ക് അജിൻ എന്ന അവിടുത്തെ സ്റ്റാഫ് മെമ്പർ കടന്നു വന്നു. അജിൻ യാഥാർത്ഥ്യത്തിൽ ജിൻപിങ്ങിന്റെ മകളാണ്. ഇവാനയെ ബോഡി ഗാർഡ് ആക്കുവാനാണ് അച്ഛൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നറിഞ്ഞതും അജിൻ അച്ഛനടുക്കൽ പറഞ്ഞു, അവനുമായി വീട്ടിൽ പോവാൻ നോക്ക്. ഒരു മീൻ വെട്ടുകാരന് ഇവിടെ ബോഡി ഗാർഡായിട്ട് നിൽക്കാനൊന്നും പറ്റൂല. അങ്ങനെ ജിൻപിൻ ഇവാനയും കൂട്ടി പോവാൻ തുടങ്ങി. ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് കുറച്ചുപേർ കടന്നു വരുന്നത്. കൊണ്ടുവന്നിരുന്ന സിൽവർ മണി മാറ്റിയെടുക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷെ ആ സിൽവർ മണി വ്യാജമാണ് എന്ന് മാനേജർ തിരിച്ചറിയുകയാണ്. അതിനെപ്പറ്റി ചോദ്യം ചെയ്തതും അവർ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ആരംഭിച്ചു. ഇമസൂയയിലെ 4 ബോഡി ഗാർഡുകളും പ്രശ്നക്കാർക്കെതിരെ ഫൈറ്റ് ചെയ്യാനിറങ്ങി. ഈ സമയം അങ്ങോട്ടേക്ക് കിച്ചിമോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമസൂയ ഷോപ്പിന്റെ ഓണറും കടന്നു വന്നു. പ്രശ്നക്കാരുടെ ഇടയിൽ ഒരു സമുറായി ഉണ്ടായിരുന്നു. ഫൈറ്റിനായി അയാൾ മുമ്പോട്ടേക്ക് വരികയാണ്. അത് കണ്ട് അവിടുണ്ടായിരുന്ന ഇവാനെ സമുറായിക്കെതിരെ പോരാടാൻ തനിക്ക് അനുവാദം തരാൻ കിച്ചിമോനോട് ചോദിച്ചു. കിച്ചിമോൻ അതിന് അനുവദിക്കുകയാണ്. സമുറായെ കണ്ട് ജിൻബെ ഭയന്ന് ഇവാനയോടത് വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവാൻ അതിന് തയ്യാറാകുന്നു. ഇവാൻ ഒരു സമുറായാണെന്ന് അവർക്കാർക്കും അറിവില്ലായിരുന്നു. ഇവാനും എതിരാളിയും തമ്മിൽ പോരാട്ടം ആരംഭിക്കുകയാണ്. പക്ഷേ ഇവാൻ മികച്ച രീതിയിൽ പോരാടി തന്റെ സ്ലീപ്പി സോട്ട് ടെക്നിക് ഉപയോഗിച്ച് എതിരാളിയെ പരാജയപ്പെടുത്തി. ഇവാന്റെ കഴിവ് കണ്ട് ഏവരും ഞെട്ടിയിരുന്നു. അന്നു മുതൽ ഇമസൂയ ഷോപ്പിലെ ഹെഡ് ബോഡി ഗാർഡായി ഇവാൻ നിയമിക്കപ്പെടുന്നു. വൈകാതെ ഈ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഗവൺമെന്റിന്റെ പുതിയ നയമാണെന്ന് കിച്ചിമോൻ തന്നെ ഏവരോടും പറയുകയാണ്. മണി സർക്കുലേഷൻ ഗവൺമെന്റ് വലിയ തോതിൽ മുൻകൈയെടുത്ത് നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ മറ്റൊരു ഷോപ്പായ അവ ഹൗസ് എന്നറിയപ്പെടുന്ന ഷോപ്പ് അതിനെതിരെ നിന്നു. ഗവൺമെന്റ് പോളിസി നടപ്പിലായാൽ അവ ഹൗസ് എന്ന ആ മണി എക്സ്ചേഞ്ച് ഷോപ്പ് വലിയ തോതിൽ കടക്കണിയിൽ ചിലപ്പോൾ അകപ്പെട്ടേക്കും. അതുകൊണ്ട് ബാക്കിയുള്ളവരെ തകർക്കാനാണ് അവ ഹൗസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവ ഹൗസ് സദേൺ സിൽവർ കോയിൻസിന്റെ വാല്യൂ ഇടിക്കുവാൻ വേണ്ട കാര്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇമസൂയ ഷോപ്പ് ഗവൺമെന്റ് പോളിസിയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അവ ഹൗസിന്റെ പ്രധാന എതിരാളി ഇമസൂയയാണ്. അടുത്ത ദിവസം വീട്ടിലെത്തിയ അച്ഛൻ ഇവാനെ കണ്ട് ഇവാന്റെ ജോലി സമയവും ചെയ്യേണ്ട ജോലിയും അവന്റെ പ്രതിഫലവും ഒക്കെ വിശദീകരിച്ചു. തലേ ദിവസത്തെ ഫൈറ്റിന് പാരിതോഷികവും അവൾ കൈമാറി. ഇമസൂയയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് തന്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് ഇവാൻ കടന്നു ചിന്തിച്ചു. തന്റെ കീഴിലുള്ള മറ്റ് 2 ബോഡി ഗാർഡുകളോട് അവ ഹൗസിനെയും അവ ഹൗസിന്റെ മാനേജറെയും അവിടുത്തെ കയ്യാളുകളെയും നിരീക്ഷിക്കണം എന്നാവശ്യപ്പെട്ടു. അത്തരത്തിൽ ഇമസൂയയുടെ ബോഡി ഗാർഡുകൾ അവ ഹൗസിനെ നിരീക്ഷിക്കാനും തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇമസൂയയുടെ ഒരു ബോഡി ഗാർഡ് അവ ഹൗസ് സാമുറായികളെ സംഘടിപ്പിച്ച് അവരെ ഉപയോഗിച്ച് ഇമസൂയയെ ആക്രമിക്കാൻ പോകുന്നു എന്ന വിവരം മനസ്സിലാക്കി. പക്ഷെ ഒറ്റുകേട്ട് ഇമസൂയയുടെ ബോഡി ഗാർഡിനെ അവ ഹൗസ് മെമ്പേഴ്സ് കണ്ടിരുന്നു. അവർ അവന്റെ പിന്നാലെ ഓടിച്ചെന്നെങ്കിലും വളരെ കഷ്ടപ്പെട്ട് ആ ബോഡി ഗാർഡ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. വൈകാതെ വിവരം ഇവാന്റെ ചെവിയിലേക്കും എത്തിച്ചേരുകയാണ്. പിന്നാലെ ഇവാൻ ഓണർ കിച്ചിമോനെ കണ്ടു. താൻ അറിഞ്ഞ കാര്യങ്ങളെപ്പറ്റി വിശദമായി പറഞ്ഞു. നടക്കാനിരിക്കുന്ന അറ്റാക്കിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് അവ ഹൗസിന്റെ മാനേജറും അവ ഹൗസിന്റെ ഓണറായ റാക്കുസായും ആണെന്നും അവൻ വ്യക്തമാക്കി. അന്ന് രാത്രിയിൽ കിച്ചിമോൻ ഇവാനോട് തനിച്ച് സംസാരിച്ചു. ഇവാന്റെ പാസ്റ്റിനെ പറ്റിയൊക്കെ താൻ അന്വേഷിച്ചെന്നും എല്ലാം തനിക്ക് അറിയാമെന്നും അവന്റെ ദുഃഖങ്ങളിൽ തനിക്കും വിഷമമുണ്ടെന്നും അവന്റെ ട്രോമയൊക്കെ മാഞ്ഞു കഴിയുമ്പോൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നും കിച്ചിമോൻ അവനെ ഉപദേശിച്ചു. അവരങ്ങനെ സംസാരിച്ചു നിൽക്കെ അങ്ങോട്ടേക്ക് റാക്കുസായി ഹയർ ചെയ്ത് 2 സമുറായികൾ കടന്നുവരികയാണ്. കിച്ചിമോനെ ആക്രമിച്ച് കൊലപ്പെടുത്താനായിരുന്നു അവർ അങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ അത് തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു. അവ ഹൗസിലെ മറ്റൊരു പ്രധാനിയായ ടുകുരു എന്ന വ്യക്തി സമുറായിയെ മുമ്പിലൂടെ വിട്ട് പിന്നിലൂടെ മറഞ്ഞുവന്ന് കിച്ചിമോനെ കൊലപ്പെടുത്തുന്നതായിരുന്നു അവരുടെ തന്ത്രം. പക്ഷെ ഇത് മനസ്സിലാക്കി ഇവാനെ വിദഗ്ധമായ രീതിയിൽ പ്രവർത്തിച്ചു. കിച്ചിമോനെ സംരക്ഷിച്ചു. പിന്നാലെ സമുറായികളുമായും ഇവാനെ ഫൈറ്റ് ചെയ്തു. തന്റെ മികച്ച സ്കില്ലുകൾ കൊണ്ട് അവരെയും ഇവാൻ പരാജയപ്പെടുത്തി.
പക്ഷേ ഏറ്റുമുട്ടലിൽ ചെറിയ പരിക്കുവാന് പറ്റിയിരുന്നു. അജിനായിരുന്നു അവന്റെ ശരീരത്തിൽ മരുന്ന് വെച്ച് അവനെ സഹായിച്ചത്. അജിന്റെ സാമീപ്യം ഇവാൻ അല്പം ആശ്വാസം കൊടുക്കുന്നുണ്ടായിരുന്നു. അജിനുമായി ഇവാൻ വളരെ പെട്ടെന്ന് കമ്പനിയായി. തന്റെ മനസ്സിലെ ദുഃഖങ്ങളും തന്റെ പാസ്റ്റും തന്റെ മനസ്സിലെ നാവോയോടുള്ള പ്രണയവും നാവോ ഇപ്പോൾ എവിടാണെന്ന് അറിയില്ല എന്ന കാര്യവുമടക്കം ഇവാൻ അജിനോട് പറഞ്ഞു. വൈകാതെ അടുത്ത ദിവസം ഇമസൂയ ഷോപ്പിലേക്ക് നിരവധി ആൾക്കാർ വരികയാണ്. സതേൺ സിൽവർ കോയിൻ എക്സ്ചേഞ്ച് ചെയ്യാനായിരുന്നു അത്. കാരണം 8 സതേൺ സിൽവർ കോയിൻ കൊടുത്താൽ ഒരു ഗോൾഡ് കോയിൻ ഇമസൂയ ഷോപ്പിൽ നിന്ന് കിട്ടും. അവാ ഹൗസിന്റെ റക്കുസായി ആകട്ടെ ഒരു ഗോൾഡ് കോയിൻ കൊടുത്താൽ 13 സിൽവർ കോയിൻ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആളുകൾ 8 സിൽവർ കോയിനുമായി ഇമസൂയിലേക്ക് തടിച്ചെത്താൻ തുടങ്ങി. ഗോൾഡ് കോയിൻ മേടിച്ച ശേഷം അതേ ഗോൾഡ് കോയിൻ റക്കുസായിക്ക് കൊടുത്ത് 13 സിൽവർ കോയിൻ അവർക്ക് അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കുമല്ലോ. അത്തരത്തിൽ തുടർന്നാൽ തങ്ങളുടെ കട തന്നെ പൂട്ടേണ്ടി വരും എന്ന അവസ്ഥയിലേക്ക് ഇമസൂയ എത്തിച്ചേരുകയാണ്. അടുത്തൊരു ദിവസം അവാ ഹൗസിന്റെ മുമ്പിലേക്ക് കുറച്ചാളുകൾ വന്നു. അവരുടെ അടുത്തുനിന്നും സതേൺ സിൽവർ കോയിൻ വാങ്ങാനായിരുന്നു അവരുടെ വരവ്. അത്രയും സതേൺ സിൽവർ കോയിൻസ് അവാ ഹൗസിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യാജ സതേൺ സിൽവർ കോയിൻസും ഒറിജിനലും തമ്മിൽ മിക്സ് ചെയ്ത് അവർ വന്നവർക്ക് വിതരണം ചെയ്യുകയാണ്. ഒപ്പം ഒരു ഒയ്റാനും അവാ ഹൗസിലേക്ക് എത്തി. ഒയ്റാൻ എന്ന് പറയപ്പെടുന്നത് ജപ്പാനിൽ അക്കാലത്ത് നിലനിന്നിരുന്ന സിസ്റ്റത്തിലെ ഹൈ റാങ്കിങ്ങിലുള്ള വേശ്യകളെയായിരുന്നു. അവർ കലകളിൽ നിപുണരും വലിയ വലിയ ആളുകളുമായി ബന്ധങ്ങളുള്ളവരുമായിരുന്നു. ഒയ്റാനും മണി എക്സ്ചേഞ്ച് ചെയ്തു. പിന്നാലെ അങ്ങോട്ടേക്ക് അവർ നേടിയ മണി സിൽവർ കോയിൻ യഥാർത്ഥമാണോ എന്ന് പരിശോധിക്കാൻ ഭടന്മാർ എത്തുകയാണ്. പരിശോധിക്കുമ്പോൾ അതിൽ ഭൂരിഭാഗവും വ്യാജ സിൽവർ കോയിനുകളാണ് എന്ന് വ്യക്തമാകുന്നു. അതോടെ കാവൽ ഭടന്മാർ അവാ ഹൗസ് മാനേജർമാരെയും എംപ്ലോയീസിനെയും അറസ്റ്റ് ചെയ്തു. പക്ഷെ ഓണർ റാക്കുസായി ഒരു തരത്തിൽ അവിടെ നിന്ന് കടന്ന് രക്ഷപ്പെട്ടിരുന്നു. അന്ന് വൈകുന്നേരം അവാ ഹൗസിലെത്തി ഉയർന്ന പണവുമായി കറൻസി എക്സ്ചേഞ്ച് നടത്താൻ നോക്കിയ ഒയ്റാനും ആളുകളും കിച്ചിമോന്റെ വീട്ടിലെത്തിയിരുന്നു. യാഥാർത്ഥ്യത്തിൽ തങ്ങൾക്കെതിരെ പ്രവർത്തിച്ച് അവാ ഹൗസിന്റെ ഒരു പാഠം പഠിപ്പിക്കുവാനുള്ള കിച്ചിമോന്റെയും ഇവാന്റെയും തന്ത്രമായിരുന്നു അത്. ആ തന്ത്രത്തിൽ അവാ ഹൗസിലുള്ളവർ പെടുകയും ചെയ്തു. പക്ഷെ റാക്കുസായി രക്ഷപ്പെട്ടത് കിച്ചിമോനെ പൂർണ്ണ തൃപ്തിയിലേക്ക് എത്തിച്ചേരുന്നില്ല. അവാ ഹൗസ് പൂട്ടപ്പെട്ടതോടെ ഇമസൂയ ഷോപ്പിന്റെ പ്രശ്നമൊക്കെ അവസാനിച്ചല്ലോ എന്ന് പറഞ്ഞ അജിൻ ഒരവസരം കിട്ടിയപ്പോൾ ഇവാൻ അടുക്കൽ നാട്ടിൽ പോയി നാവോയെ നോക്കുവാൻ പറയുന്നു. പറഞ്ഞ ശേഷം അജിൻ പോവാനിറങ്ങുകയായിരുന്നു. ആ സമയം ഒരു സമുറായി കടന്നുവന്ന് അജിനെ ബന്ദിയാക്കി. പിന്നാലെ അങ്ങോട്ടേക്ക് റാക്കുസായും കടന്നു വരുന്നുണ്ടായിരുന്നു. റാക്കുസായുടെ കയ്യാളായിരുന്നു ആ സമുറായി. തന്റെ ബിസിനസ് തകർത്തതിന് ഇവാനെയും കിച്ചിമോനെയും വകവരുത്താനായിരുന്നു റാക്കുസായി അങ്ങോട്ടേക്ക് വന്നത്. പിന്നാലെ തന്റെ സമുറായിയോട് ഇവാനെ കൊലപ്പെടുത്താൻ റാക്കുസായി പറഞ്ഞു. പക്ഷെ ആ സമുറായി റാക്കുസായുടെ ദാർഢ്യത്തോടെയുള്ള സംസാരവും മറ്റും ഇഷ്ടപ്പെടാതെ റാക്കുസായെ തന്നെ ആദ്യം കൊലപ്പെടുത്തി. ഞാൻ തന്റെ അടിമയൊന്നുമല്ല എന്ന് അയാളോട് പറഞ്ഞു. പിന്നാലെ ഇവാനെതിരെ പോരടിക്കാൻ നിന്നു. രണ്ടുപേരും കനത്ത പോരാളികളായിരുന്നതുകൊണ്ട് ശക്തമായ പോരാട്ടം തന്നെ സംഭവിക്കുകയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ എതിരാളി സാമുറായെ വകവരുത്താൻ ഇവാന് കഴിഞ്ഞു. ഒക്കെ നല്ല രീതിയിൽ അവസാനിച്ചു എന്നും ബോധ്യമായതും ഇവാൻ പിന്നാലെ നാവോയെ തിരഞ്ഞ് തന്റെ നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിലേക്കുള്ള യാത്രയിൽ ഇവാൻ തന്റെ പഴയ ഡോജോയിലേക്ക് ചെന്നു. അവിടെ ഇവാനെയും കാത്ത് നാവോയുടെ ഒരു കത്തുണ്ടായിരുന്നു. ആ കത്തുപ്രകാരം നാടുവിട്ടുപോയ നാവോ കുടുംബത്തിന്റെ നിലനിൽപ്പിനും അച്ഛന്റെ ചികിത്സയ്ക്കും ഒക്കെ വേണ്ടി നിലവിലിപ്പോൾ ഒരു ഒയ്റാനായി തീർന്നു എന്ന് ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു അവന് കാണാൻ സാധിച്ചത്. അവനെ താൻ ഇപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും നീ എന്നെ മറക്കണം, പുതിയൊരു ജീവിതം തുടങ്ങണം എന്ന് നാവോ അതിൽ കുറിച്ചിരുന്നു. ഇവാൻ വലിയ സങ്കടത്തിലായി. അപ്പോഴാണ് നാവോയുടെ ഒയ്റാൻ സംഘം പരിപാടികൾ അവതരിപ്പിക്കാൻ അതുവഴി കടന്നുപോകുന്നുണ്ട് എന്ന വിവരം അവൻ അറിയുന്നത്. അതോടെ നാവോയെ കാണുവാനും അവളെ തടഞ്ഞു നിർത്തി തന്റെ സ്വന്തമാക്കാനും ആഗ്രഹിച്ച് ഇവാൻ അവിടെ നിന്ന് സിറ്റിയിലേക്ക് ഓടിച്ചെല്ലുകയാണ്. സമയം സന്ധ്യയോടടുത്തിരുന്നു. നാവോയും നാവോയുടെ കൂടെയുള്ള സംഘവും ട്രഡീഷണൽ മ്യൂസിക് പ്ലേ ചെയ്ത് ഒരു ഘോഷയാത്ര പോലെ സിറ്റി സെന്ററിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു. നാവോയെ കണ്ട് എന്താണെങ്കിലും കുഴപ്പമില്ല, തന്നിലേക്ക് മടങ്ങി വരാൻ അപേക്ഷിക്കുവാൻ ഇവാൻ ആളുകൾക്കിടയിലൂടെ ഓടിച്ചെന്ന് നാവോയുടെ പിന്നിലെത്തി. നാവോ എന്നുറക്കെ വിളിച്ചു. ഇവാന്റെ ശബ്ദം കേട്ട് അവനെ കാണുവാൻ നാവോ അവസാനമായൊന്ന് തിരിഞ്ഞു നിന്നു. അവളുടെ പക്കൽ അപ്പോഴും ഇവാൻ പണ്ട് സഹോദരി മുഖേന കൊടുത്തുവിട്ട് അവളുടെ കയ്യിൽ കിട്ടിയ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അതിലൊന്ന് ചുംബിച്ച ശേഷം എല്ലാവർക്കുമൊപ്പം അവൾ തന്റെ യാത്ര തുടർന്നു. ഇവാനോട് തനിക്കൊന്നും സ്നേഹമുണ്ടാകുമെന്നും പക്ഷേ തനിക്ക് അവനിലേക്ക് തിരികെ വരാൻ സാധ്യമല്ല എന്നുമുള്ള സൂചനയുമായിരുന്നു അത്.
കാണിക്കുന്നത് കുറച്ച് നാളുകൾ കഴിഞ്ഞുപോയി. ഇവാൻ വീണ്ടും ജിൻബിന്റെ അടുത്തേക്ക് തിരിച്ചു പോവാൻ തീരുമാനിക്കുകയാണ്. ജിൻബിന്റെ വീട്ടിൽ പഴയ പോലെ വാടകയ്ക്ക് ഇവാൻ താമസം തുടങ്ങി. പുതിയ ജോലിയില്ലാതിരുന്ന ഇവാന് ഭക്ഷണമുണ്ടാക്കാൻ പോലും പണം കിട്ടുന്നുണ്ടായിരുന്നില്ല. തനിക്കൊരു ജോലി ശരിയാക്കി തരാമോ എന്നിവാൻ ജിൻബിനോട് ചോദിച്ചു. ആ സമയമാണ് അജിൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവാൻ വന്ന കാര്യം കിച്ചിമോനോട് താൻ പറഞ്ഞെന്നും ഇവാനെ ബോഡി ഗാർഡായി ഇമസൂയ ഷോപ്പിലേക്ക് കിച്ചിമോൻ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് എന്നും അജിൻ ഇവാനോട് പറഞ്ഞു. അജിനൊപ്പം ഇവാൻ ഷോപ്പിലേക്ക് പോവാൻ ആരംഭിച്ചു. പിന്നിൽ നിന്നും ജിൻബിനത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. തന്റെ മകളും ഇവാനും നല്ല ജോഡിയാണല്ലോ എന്നയാൾ പിന്നിൽ നിന്ന് സന്തോഷത്തോടെ പറഞ്ഞു. മറുവശത്ത് ഇവാന്റെയും അജിന്റെയും ഉള്ളിൽ ഒരു പ്രണയം വളരുന്നുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.